ഏറ്റവും മികച്ച യുവ നിയമസഭാ സാമാജികന് ഏർപ്പെടുത്തിയ SR ആന്റണി പുരസ്കാരം ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLAക്ക് സമ്മാനിച്ചു. പ്രശസ്ത ശില്പി ഉണ്ണികാനായി തയ്യാറാക്കിയ പുരസ്കാരം മുൻ മന്ത്രി KC ജോസഫാണ് സമ്മാനിച്ചത്. ചടങ്ങിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. പ്രമുഖ കോൺഗ്രസ് നേതാവും കണ്ണൂർ DCCയുടെ മുൻ പ്രസിഡന്റുമായിരുന്ന SR ആന്റണിയുടെ സ്മരണാർത്ഥം SR ആന്റണി സ്മാരക ട്രസ്റ്റാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. വിവേക് ആന്റണി, വിദ്യ ആന്റണി, VA നാരായണൻ, സജീവ് മാറോളി, MK രാജൻ, രജിത് നാറാത്ത്, അമൃത രാമകൃഷ്ണൻ, VP അബ്ദുൾ റഷീദ്, തങ്കച്ചൻ കാവാലം, KK സുരേഷ് കുമാർ, ബാലകൃഷ്ണൻ ആലയിൽ, മഹേഷ് കുന്നുമ്മൽ, K ജയരാജ്, TV കുഞ്ഞമ്പു നായർ, TP ചന്ദ്രൻ, മനോജ് വടക്കേൽ, രവി പൊന്നവയൽ, N അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മഹിളാ കോൺഗ്രസിന്റെ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് നമ്മുടെ പ്രിയങ്കരായ നേതാക്കന്മാർ. എപ്പോഴും ഇന്ന് കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു ഒരു ചൈതന്യമാണ് മഹിളാ കോൺഗ്രസ്. അവരുടെ പ്രസിഡന്റ് ഉഷാമുരളി, ഇടി വേണുഗോപാൽ, അതുപോലെ സഭയിലെ ഉൾപ്പെടെ ജോയ്സ് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. അവരെല്ലാ നേതാക്കന്മാരുണ്ട്. അവരുടെ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മളിത് തുടർന്നും കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ പുരസ്കാരം. ഞങ്ങൾ അന്ന് തന്നെ ഇതിന്റെ ഭാരവാഹികൾ ട്രസ്റ്റിന്റെ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. പങ്കെടുക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ അഭിമാനവും പകർന്നു തരുന്ന ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നമ്മുടെ നേതാവും മുൻകാലങ്ങളിൽ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ പ്രോജ്വലമായി നയിച്ച ശ്രീ SR ആന്റണി അച്ഛനോട് വളരെ ആഴത്തിലുള്ള ആത്മബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തും എനിക്ക് പിതൃതുല്യനുമായിരുന്ന ശ്രീ SR ആന്റണിയുടെ നാമധേയത്തിൽ ഇന്ന് ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് ഞാൻ ഏറ്റവും ആദരവോടെ നോക്കിക്കാണുന്ന നമ്മുടെ യുവ നേതാവ് MLA അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ അവരുകൾ ഏറ്റുവാങ്ങുന്ന ഈ ഒരു ചടങ്ങ് ഒരുപാട് സന്തോഷം പകർന്നു തരുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അചഞ്ചലമായ നിലപാടുകളിലൂടെ കേരള മണ്ണിന്റെ അംഗീകാരം ഏറ്റുവാങ്ങിയ നിയമസഭാ സാമാജികൻ വളരെ മനോഹരവും അതുപോലെ തന്നെ മാന്യവുമായ ഭാഷയിലൂടെയും അവതരണത്തിലൂടെയും നിയമസഭയ്ക്ക് അകത്ത് പ്രോജ്വലമായ പ്രതിഷേധങ്ങൾ തീർത്ത് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ശബ്ദമായി മാറിയ വ്യക്തിത്വം. പലപ്പോഴും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ സ്വരങ്ങൾ അടിച്ചമർത്തപ്പെടുന്ന ഇന്നത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ ഭരണപക്ഷത്തിനെതിരെ ഞാൻ അർഹമായി ഏറ്റുവാങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള സാന്നിധ്യമാണ് നമ്മോടൊപ്പം ഉള്ളത്. അതിന് ചേർന്ന 2 മക്കളാണ്. അവർ വേദിക്ക് ഈ പരിപാടിക്ക് സജീവരായി എന്നതുകൊണ്ട് എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. അവരോടുള്ള നന്ദി കൂടി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തി. ആദ്യമായി ഈ ഫൗണ്ടേഷനോടും അവാർഡ് നിർണയിച്ച കമ്മിറ്റിയോടും എന്റെ നന്ദി ഞാൻ അറിയിക്കട്ടെ. ഈ ഓരോ അവാർഡുകളും ഏറ്റുവാങ്ങുമ്പോൾ നമുക്ക് സത്യത്തിൽ ഉള്ളിലൊരു ഭാരം ഇൻ ദ സെൻസ്, കാരണം ഒരുപാട് പ്രതീക്ഷകളാണ് അവാർഡിന്റെ രൂപത്തില് നമ്മളെ തേടിയെത്തും. സമൂഹത്തിന്റെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ ഒക്കെ വലിയ പ്രതീക്ഷകളാണ് ഈ രൂപത്തില് നമ്മളെ തേടിയെത്തും. അപ്പൊ അത് നിലനിർത്താനുള്ള കരുത്തും ശക്തിയും ജഗദീശ്വരൻ തരണമേ എന്നാണ് എല്ലാ അവാർഡും ഏറ്റുവാങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. കാരണം സ്വാഭാവികമായിട്ട് രാഷ്ട്രീയത്തില് നിങ്ങൾക്കറിയാം, ഏതൊരു സമയത്തും എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ തന്നെ നമുക്ക് വലിയ പതനമുണ്ടാകും. അതെപ്പോഴും നടക്കുമ്പോൾ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടിയാണ് രാഷ്ട്രീയത്തിൽ സഞ്ചരിക്കേണ്ടത്. ഒരുപക്ഷെ ഇന്ന് എന്നെ ഈ ചടങ്ങ് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോ SR ആന്റണി എന്ന നേതാവിന്റെ ഒരു ദീർഘകാല രാഷ്ട്രീയ ഇന്നിംഗ്സ് പൂർത്തീകരിച്ച അദ്ദേഹത്തെ കുറിച്ച് ഇന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നത് അദ്ദേഹം സംശുദ്ധമായ ഒരു രാഷ്ട്രീയം, നേരിന്റെ രാഷ്ട്രീയം മുറുകെ പിടിച്ച് അദ്ദേഹത്തിന് നടക്കാൻ കഴിയുമെന്നുകൊണ്ടാണ്.
അതുപോലെ തന്നെ ഇന്നെനിക്ക് ഈ അവാർഡ് സമ്മാനിച്ച നമുക്കൊക്കെ ബഹുമാനപ്പെട്ട ശ്രീ കെ സി ജോസഫ് സാർ ദീർഘമായ കാലം പാർലമെന്റ് രംഗത്ത് മന്ത്രിയടക്കമുള്ള പദവികൾ വഹിച്ച് കോൺഗ്രസിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളായി ഇവിടെ നേരത്തെ സാർ ആന്റണി NR രാമകൃഷ്ണന്റെ മനസാക്ഷിയായിരുന്നു എന്ന് പറഞ്ഞുമായിരുന്നു. ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന എത്തനായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ മനസാക്ഷിയായിരുന്നു കെ സി ജോസഫ് സാറ്. ഒരു സഹപ്രവർത്തകനായിരുന്നു. ഈ അവാർഡ് നൽകുന്നത് മാത്യു കുഴൽനാടൻ. നമുക്ക് നേരത്തെ ബഹുമാന്യനായ ശ്രീ കെ സി ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു. കേരള രാഷ്ട്രീയം വളരെ സസൂക്ഷ്മം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് കാണുത്തിരിക്കുകയാണ്. ഈ കേരളം ഭരിച്ച് മുടിക്കുന്ന രാഷ്ട്രീയ കൊള്ളക്കാർക്കെതിരെ ഒരു അതിശക്തമായ കൊടുങ്കാറ്റായി അദ്ദേഹം കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഈ അവാർഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യായ ശ്രീ കെ സി ജോസഫ് 39 വർഷക്കാലം MLA-യും 5 വർഷക്കാലം മന്ത്രിയുമായിരുന്ന ശ്രീ കെ സി തന്റെ പൊതുപ്രവർത്തന രംഗത്ത് സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കറകളഞ്ഞ കൈകളുമായി കഥറിന്റെ പരിശുദ്ധിയുമായി മുന്നോട്ടേക്ക് പോയ ശ്രീ കെ സി. ഇതെല്ലാം ഒത്തുചേരുമ്പോൾ ഈ അധ്യക്ഷ വേദി ഏറെ CSR-ന്റെ ചടങ്ങിൽ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട DCC പ്രസിഡന്റ്, ഈ ജില്ലയിലെ നീതിയുടെ കാവലാളായി നമുക്കറിയാം. ശ്രീ RDO നവീൻ ബാബുവിന്റെ മരണം ഉൾപ്പെടെ ഈ കേരള രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസിന്റെ ഒരു പുതിയ ദിശാബോധം നൽകിയ കണ്ണൂരിലെ അത് തുടക്കം കുറിച്ച് അറിയപ്പെട്ട ശ്രീ മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വേദിയിൽ. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. CSR ഒരുപാട് സന്ദേശം നമ്മുടെ മുന്നിൽ. ആ കാലഘട്ടത്തിൽ ശ്രീ NR കേരളത്തിന്റെ മന്ത്രി, NR-ന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നു CSR. ശ്രീ K കരുണാകരന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നു CSR. പക്ഷേ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.